أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي قال لوالديه أف لكما أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين. أولئك الذين حق عليهم القول في قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. ولكل درجات مما عملوا وليوفيهم أعمالهم وهم لا يظلمون. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على من لا نبي بعده. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഖ്ലിസുകളായി വിശുദ്ധ ഖുർആനും ഹബീബായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും മുറുകെ പിടിച്ച് ജീവിതത്തെ ധന്യമാക്കുക. അള്ളാഹു അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 16 വരെയുള്ള ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ 17, 18, 19 3 ആയത്തുകളാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കളോടുള്ള നന്മകളെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും ഇന്നലത്തെ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചു. തൻ്റെ ഇടവും പക്വതയുമുള്ള 40 ഒരു മനുഷ്യൻ എത്തുമ്പോൾ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളും വിവിധങ്ങളായ ബന്ധങ്ങളും ബാധ്യതകളും ഒരു മനുഷ്യന് ഉണ്ടാകുമെന്നും ആ സമയത്ത് പതറാതെ തന്നെക്കുറിച്ചും തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് തൻ്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെക്കുറിച്ചുമൊക്കെ നല്ലവനാണെങ്കിൽ അവൻ ബോധവാനാകുമെന്നും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഒരാൾക്കും ഒരു പ്രയാസങ്ങളും ഇല്ലാതിരിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് നല്ലവനെന്നും ഏത് സമയത്തും അള്ളാഹുവിൻ്റെ പ്രീതിയും എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് അവൻ ആഗ്രഹിക്കുക. റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തിയാണ് ഏറ്റവും വലിയ നന്മയായി അവൻ കാണുക എന്നൊക്കെയാണ് അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ നല്ല മനുഷ്യരിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് സൂചിപ്പിച്ചതിന് ശേഷം അടുത്ത വചനം മുതൽ അല്ലാഹു തആല ഇതിന് നേർ വിപരീതരായ ദുഷ്ടരായ ചീത്ത മക്കളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. നല്ല മക്കളാണെങ്കിൽ മാതാപിതാക്കൾക്ക് നന്മ ആഗ്രഹിക്കുകയും നന്മ ചെയ്യുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നേർ വിപരീതമുള്ള ചില മക്കളുണ്ട്. ആ മക്കളെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നു. والذي قال لوالديه أف لكما أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين. വല്ലദീ ഖാല പറയുന്നവനാകട്ടെ ലിവാലിദൈഹി തൻ്റെ മാതാപിതാക്കളോട്, തൻ്റെ പ്രിയപ്പെട്ട മക്കളോടും തൻ്റെ പ്രിയപ്പെട്ട മാതാവിനോടും പിതാവിനോടും പറയുന്നവനാകട്ടെ എന്ത് പറയുക? ഉഫിൻ, വെറുപ്പുളവാക്കുന്ന ഒരു വാക്ക്, ചേ തുടങ്ങിയ
വാക്ക് പറയുന്നവനാകട്ടെ. ആരോട്? ലക്കുമ, നിങ്ങളോട്. അതഇദാനിനി, നിങ്ങൾ എന്നോട് രണ്ടുപേരും താക്കീത് ചെയ്യുകയാണോ? വെറുപ്പുള്ള വർത്തമാനം പറയും ആര്? ഈ ചീത്ത മനുഷ്യർ മാതാപിതാക്കളോട്. എന്താ അവൻ ചോദിക്കുന്നത്? വാപ്പാനോടും ഉമ്മാനോടും എന്താ അവൻ പറയണത്? അതഇദാനിനി, നിങ്ങൾ എന്നോട് രണ്ടുപേരും വാഗ്ദാനം ചെയ്യുകയാണോ? എന്നെ നിങ്ങൾ പേടിപ്പിക്കുകയാണോ? എനിക്ക് നിങ്ങൾ താക്കീത് നൽകുകയാണോ? അൻ ഉഖ്റജ, എന്നെ പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന്, എന്നെ പുറത്തു കൊണ്ടുവരപ്പെടും എന്നാണോ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്? നിങ്ങൾ എന്നെ പേടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, വിശ്വാസത്തിലേക്ക് വരാതെ താന്തോന്നിയായി നടക്കുന്ന മനുഷ്യനെ, മകനെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉപദേശിക്കുകയാണ്. മോനെ, നീ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, നീ അള്ളാഹുവിനെ മറന്ന് ഇസ്ലാമിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിനക്കൊരു മരണമുണ്ട്. ആ മരണശേഷം വീണ്ടും നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നൊക്കെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവനെ ഉപദേശിക്കുമ്പോൾ അവൻ ബാപ്പാനോടും ഉമ്മാനോടും അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാ, അൻ ഉഖ്റജ, എന്നെ പുറത്തു കൊണ്ടുവരപ്പെടും മരണശേഷം എന്നാണോ നിങ്ങൾ എന്നോട് താക്കീത് ചെയ്യുന്നത്? വഖദ് ഖലത്തിൽ ഖുറൂനു, ധാരാളം കാലക്കാർ, തലമുറക്കാർ, മുൻഗാമികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിരിക്കെ ഇതേപോലെ ധാരാളം ആളുകൾ ജീവിക്കുകയും അവർ മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരാരും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. വഖദ് ഖലത്തിൽ ഖുറൂനു, ധാരാളം മുൻഗാമികൾ, തലമുറക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. മിൻ ഖബിലി, എൻ്റെ മുമ്പ് ധാരാളം ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിരിക്കെ മരണശേഷം വീണ്ടും പുറത്തു കൊണ്ടുവരപ്പെടും എന്ന് നിങ്ങൾ എന്നെ താക്കീത് ചെയ്യുകയാണോ? പരലോക നിഷേധികളും ഭൗതികവാദികളുമായ ആളുകൾ എക്കാലത്തും പറഞ്ഞിട്ടുള്ള അതേ വാചകങ്ങൾ ഈ മകനും പറയാണ്. എത്രയോ തലമുറകൾ മരിച്ചു പോയിട്ടുണ്ട്, അവരാരും തിരിച്ചു വന്നിട്ടൊന്നുമില്ലല്ലോ. എന്നിട്ടും മരണശേഷം വീണ്ടും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും ഞാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്കൊക്കെ പ്രതിഫലം നൽകുമെന്നാണോ നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ എന്നെ പേടിപ്പിക്കുന്നത്? അത്തരത്തിലുള്ള ഉപദേശമാണോ നിങ്ങൾ എനിക്ക് നൽകുന്നത്? ആ മാതാപിതാക്കളുടെ കൽപ്പനകൾ അംഗീകരിക്കാതെ, അനുസരിക്കാതെ, ധിക്കാരത്തിന്റെ വർത്തമാനം മാതാപിതാക്കളോട് പറയുമ്പോഴും സ്നേഹനിധികളായ, നാളെ പരലോകത്ത് എൻ്റെ പ്രിയപ്പെട്ട മകൻ നരകത്തിൽ പോകരുത്, അവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ആ മകൻ എന്നാഗ്രഹിക്കുന്ന ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നാളെ അവൻ്റെ ഭാവിയെക്കുറിച്ച് പേടിക്കുകയാണ്. അവൻ നരകത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് അവർ ഭയപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും ആ പ്രിയപ്പെട്ട മകനെ അവർ ഉപദേശിക്കുകയാണ്. മാത്രവുമല്ല, അള്ളാഹു പിന്നീട് പറയുന്നത്, അങ്ങനെയൊക്കെ ധിക്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞിട്ടും ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അവനോട് യാതൊരു വേദനയുമില്ല, അവനോട് ദുഃഖം തോന്നുന്നില്ല. മറിച്ച് ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവന് വേണ്ടി വീണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. വഹുമാ, അവർ രണ്ടുപേരും, ആ മാതാവും പിതാവും, യസ്തഗീസാനി, സഹായമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്തിഗാസ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. ഇസ്തിഗാസക്ക് പ്രാർത്ഥന എന്നർത്ഥമുണ്ട്. അള്ളാഹുവിൻ അല്ലാത്ത ആളുകളോട് ഇസ്തിഗാസയാണ് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് ഈ വാക്ക് വല്ലാത്തൊരു മറുപടിയും കൂടെയാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം യസ്തഗീസാനി. ആ രണ്ട് മാതാപിതാക്കൾ ആ മകന് വേണ്ടി ഇസ്തിഗാസ ചെയ്യും, സഹായാർത്ഥന നടത്തും. ഏതാ സഹായാർത്ഥന? പ്രാർത്ഥനയാണ്. അവർ രണ്ടുപേരും ആ മകന് വേണ്ടി പ്രാർത്ഥിക്കും. ആരോട്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. വൈലക, നിന്റെ നാശം, വൈല് നാശം, നിന്റെ, ആമിൻ, നീ വിശ്വസിക്കുക. നീ ഇങ്ങനെ തന്നെ ജീവിച്ചു പോയാൽ നിനക്ക് നഷ്ടമാണ് ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മോനെ, ആമിൻ, നീ വിശ്വസിക്കുക. ഇന്ന വഅദല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം ഹഖ്ഖുൻ, യഥാർത്ഥമാണ്. അള്ളാഹ് ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ ചോദ്യങ്ങളുണ്ട്, അവിടെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നൊക്കെയല്ലേ അള്ളാഹു പറഞ്ഞത്. ഇന്ന വഅദല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം ഹഖ്ഖുൻ, അത് യഥാർത്ഥമാണ്, അത് സത്യമാണ്. വീണ്ടും വീണ്ടും ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മോനെ ഉപദേശിക്കുകയാണ്. അപ്പോഴും അവന്റെ മറുപടി എന്താ? അങ്ങനെയൊക്കെ ഉപദേശിക്കുമ്പോഴും അത് സ്വീകരിക്കേണ്ടതിന് പകരം ആ ധിക്കാരിയായ മകൻ ഫയഖൂലു, അപ്പോഴും അവൻ പറയുന്നു, മഹാദാ, ഇതല്ല,
നിങ്ങൾ ഈ പറയുന്നതല്ല അൽ അവലീന, ഒരു പഴങ്കഥയല്ലാതെ മുൻഗാമികളാകുന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങളല്ലാതെ, ഇല്ല അസാത്വീറു, പൂർവീകരാകുന്ന ആളുകൾ പറഞ്ഞ വർത്തമാനമല്ലാതെ നിങ്ങളും പറയുന്നില്ല. ഇല്ല അസാതീറുൽ അവലീൻ, ഇത് പൂർവീകരുടെ പുരാണക്കഥയല്ലാതെ പഴങ്കഥയല്ലാതെ മറ്റൊന്നുമല്ല എന്ന പരിഹാസത്തിന്റെ വർത്തമാനമാണ് ഈ മകനിൽ നിന്നുണ്ടാവുക എന്ന് അല്ലാഹു തആല പറയുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവന് നന്മ മാത്രം വരണമെന്നും നാളെ പരലോകത്ത് അവൻ രക്ഷപ്പെടണമെന്നും ആഗ്രഹിച്ചപ്പോഴും ആ പ്രിയപ്പെട്ട ഗുണകാംക്ഷികളായ മാതാപിതാക്കളോട് അല്പം പോലും സ്നേഹമോ അവരുടെ വാക്കുകളെ അംഗീകരിക്കുവാനോ ആ മകൻ തയ്യാറായില്ല. അതൊക്കെ പഴഞ്ചൻ അന്ധവിശ്വാസങ്ങളാണ്, അതൊക്കെ പുത്തംവാദത്തിന്റെ വർത്തമാനങ്ങളാണ്. എൻ്റെ ബുദ്ധിക്ക് നിരക്കുന്നില്ല, എൻ്റെ യുക്തിക്കൊരിക്കലും നിങ്ങൾ പറയുന്ന മരിക്കുക, എന്നിട്ട് മണ്ണോട് ചേരുക, എന്നിട്ട് വീണ്ടും അവന് ജീവൻ നൽകുക, അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് വിചാരണ ചെയ്യുക, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക, നരകത്തിലേക്ക് കൊണ്ടുപോവുക, അതൊന്നും എൻ്റെ ബുദ്ധിക്ക്, എൻ്റെ ഈ ചെറിയ ബുദ്ധിക്ക് എനിക്ക് നിരക്കുന്നില്ല, അത് വിശ്വസിക്കാനൊന്നും പാള കിട്ടുകയില്ല എന്ന വർത്തമാനം, ധിക്കാരത്തിന്റെ വർത്തമാനമാണ് ഈ മനുഷ്യൻ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമയുടെ രൂപത്തിൽ നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഇതൊന്നും ഒരു കേവല സങ്കല്പങ്ങളല്ല, മറിച്ച് ഇതൊക്കെ വളരെ സത്യസന്ധമാണ് എന്ന ബോധ്യപ്പെടുത്തലുകളാണ് ഈ ആയത്തുകളിലൂടെ നൽകുന്നത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഉലൈക ഹഖ്ഖ അലൈഹിമുൽ ഖൗലു ഫീ ഉലൈക അക്കൂട്ടർ അല്ലദീന എങ്ങനെയുള്ളവരാണ്, ഹഖ്ഖ അലൈഹിം അവരിൽ സത്യമായിരിക്കുന്നു, അവരിൽ യഥാർത്ഥമായിരിക്കുന്നു, അൽ ഖൗലു വാക്ക്, ഫി ഉമമിൻ മുൻ സമുദായങ്ങളിൽ ഖദ് ഖലത്ത് കഴിഞ്ഞുപോയിട്ടുള്ള, മിൻ ഖബിലിഹിം അവർക്ക് മുമ്പ്, മിനൽ ജിന്നി ജിന്നുകളിൽ നിന്നും, വൽ ഇൻസി മനുഷ്യരിൽ നിന്നും, ഇന്നഹും കാനൂ നിശ്ചയമായും അവരാകുന്നു, ഖാസിരീൻ നഷ്ടക്കാരിൽപ്പെട്ടവരായിരിക്കുന്നു. ഇങ്ങനെയുള്ള കൂട്ടർ തങ്ങളുടെ മേൽ ശിക്ഷയുടെ വാക്ക് യഥാർത്ഥമായി തീർന്നിട്ടുള്ളവരാണ്. കാരണം ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവരുടെ മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ കൂട്ടത്തിൽ നിശ്ചയമായും അത്തരം ആളുകൾ നഷ്ടപ്പെട്ടവർ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇത്തരം പരലോക നിഷേധികൾ ഇന്നോ ഇന്നലെയോ വരാൻ തുടങ്ങിയതല്ലെന്നും, എത്രയോ പരലോക നിഷേധികളാകുന്ന ജിന്നുകളും അതേ പ്രകാരം മനുഷ്യവർഗത്തിലുമുള്ള എത്രയോ ആളുകൾ ഖബ്ലിഹിം അവരുടെ മുമ്പ്, ഖദ് ഖലത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ് മനുഷ്യരുടെയും ജിന്നുകളുടെയും കൂട്ടത്തിൽ നിന്ന് ധാരാളം ഇത്തരം ധിക്കാരത്തിന്റെ വർത്തമാനം പറയുന്ന പരലോക നിഷേധികൾ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും, അത്തരം ആളുകൾക്കെല്ലാം റഹ്മാനായ റബ്ബിന്റെ ശിക്ഷ ഉണ്ടായിട്ടുണ്ടെന്നും, അക്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഭൗതികവാദികൾ പരലോക നിഷേധികൾ ഉണ്ടാകുമെന്നും, സത്യനിഷേധികളാകുന്ന ആളുകളുടെ അവരുടെ വർധനവ് അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികൾക്ക് ഒരിക്കലും തടസ്സമാവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹു പിന്നീട് പറയുന്നത്, വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു വലിയുവഫിയഹും അഅ്മാലഹും വഹും ലാ യുളമൂൻ. വലികുല്ലിൻ എല്ലാവർക്കുമുണ്ട്, ദറജാത്തുൻ ചില പദവികൾ, എല്ലാ മനുഷ്യർക്കും എല്ലാ ജിന്നുകൾക്കും എല്ലാവർക്കുമുണ്ട്, ദറജാത്തുൻ ചില പദവികൾ, മിമ്മാ അമിലു അവർ പ്രവർത്തിച്ചത് മൂലം. ഓരോ ആളുകളും എന്താണോ പ്രവർത്തിച്ചത്, അത് നന്മയാകട്ടെ അത് തിന്മയാകട്ടെ, എല്ലാവർക്കും ഒരേ പ്രതിഫലം അല്ല, എല്ലാവർക്കും ഒരേ പദവിയല്ല ഉണ്ടാവുക. ഓരോ മനുഷ്യരും മിമ്മാ അമിലു അവരെന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചതിനനുസരിച്ചു കൊണ്ടുള്ള പദവികളാണ് എല്ലാവർക്കും ഉണ്ടാവുക. വലിയുവഫിയഹും അവർക്ക് അവൻ നിറവേറ്റി കൊടുക്കുകയും ചെയ്യും, അഅ്മാലഹും അവരുടെ പ്രവർത്തനങ്ങൾ. അവർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ചെയ്ത കാര്യങ്ങളുടെ പ്രതിഫലം, ആ ചെയ്ത കാര്യങ്ങൾക്കുള്ള പ്രതിഫലം തീർച്ചയായും അല്ലാഹു അവർക്ക് ഇത് കൊടുക്കുക തന്നെ ചെയ്യും. വഹും ലാ യുളമൂൻ അവർ ലാ യുളമൂൻ അക്രമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒരു അക്രമം അവരെന്താണോ ചെയ്തത് ആ ചെയ്തതിന്റെ നന്മയാകട്ടെ തിന്മയാകട്ടെ, നന്മയാണെങ്കിൽ പ്രതിഫലവും തിന്മയാണെങ്കിൽ ശിക്ഷയും അത് മാത്രമാണ് അവർക്ക് ലഭിക്കുക. കൂടുതൽ അവർ ചെയ്യാത്തതിന്റെ ഒരു ശിക്ഷയും അവർക്ക് ലഭിക്കുകയില്ല.
ഒരക്രമവും ഒരു അനീതിയും അവർക്ക് ഉണ്ടാവുകയില്ല. ചെയ്തതിനെല്ലാം നാളെ പരലോകത്ത് നന്മകൾക്ക് അനുഗ്രഹവും തിന്മകൾക്ക് ശക്തമായ ശിക്ഷയും നാളെ പരലോകത്ത് അവർക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് നന്മയുള്ളവരാവുക, അവരെ അനുസരിക്കുക. മാതാപിതാക്കളെ ഫലാ തുതിഉഹുമ, നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കരുതെന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുള്ളത് ഷിർക്കിന്റെ വിഷയത്തിലാണ്. ഒരു ബാപ്പയോ ഉമ്മയോ എന്തെങ്കിലും ഷിർക്ക് ചെയ്യാൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ, അവരോട് പ്രാർത്ഥിക്കാൻ, അവരോട് സഹായാർത്ഥന നടത്തുവാൻ, അല്ലെങ്കിൽ അവർക്ക് നേർച്ച വഴിപാടുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നടത്തുവാൻ പ്രിയപ്പെട്ട ബാപ്പയും ഉമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഏതൊരു വിഷയത്തിലും പ്രിയപ്പെട്ട മാതാപിതാക്കൾ പറഞ്ഞാൽ അവരെ അനുസരിക്കണമെന്നും അവരുടെ കൽപ്പന സ്വീകരിക്കണമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന നല്ല മക്കളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒന്നുകൂടെ നമുക്ക് ഈ ആയത്തിന്റെ അർത്ഥം നോക്കാം. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലകുമാ അതഇദാനിനി അൻ ഉഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി. തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, ഉമ്മയോട്, ഉപ്പയോട്, നിങ്ങൾ രണ്ടാളും എൻ്റെ മുമ്പ് പല തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരാരും തന്നെ തിരിച്ചു വന്നിട്ടില്ല. എന്നിട്ടും ഞാൻ മരണശേഷം പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന് അതഇദാനിനി, നിങ്ങൾ എന്നെ ഉപദേശിക്കുകയാണോ, നിങ്ങൾ എന്നെ താക്കീത് നൽകുകയാണോ എന്ന് ഈ ധിക്കാരിയായ ദുഷ്ടനായ മനുഷ്യൻ മാതാപിതാക്കൾ ഉപദേശിക്കുമ്പോൾ പറയുമെന്നും. പക്ഷേ ആ പ്രിയപ്പെട്ട ദുഷ്ടനായ മകന്റെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും കേൾക്കാതെ മകന് നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ വഹുമാ യസ്തഗീസാനില്ലാഹ വൈലക ആമിൻ ഇന്ന വഅദല്ലാഹി ഹഖ്. ആ സമയത്ത് ആ പ്രിയപ്പെട്ട മാതാവും പിതാവും അള്ളാഹുവിനോട് ഇസ്തിഗാസ, സഹായം, പ്രാർത്ഥന നടത്തുകയാണ്. നിന്റെ നാശം മോനെ, ആമിൻ, നീ വിശ്വസിച്ചേക്കുക. കാരണം മിന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിന്റെ വാഗ്ദാനം അത് യഥാർത്ഥമാണ് എന്ന് വീണ്ടും വീണ്ടും ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവനോട് നന്മ ഉപദേശിക്കുകയും ചെയ്യുമ്പോ ആ മകന്റെ മറുപടി ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. അപ്പോഴും അവൻ പറയുന്നത് ഇത് പൂർവീകന്മാരുടെ പുരാണ കഥകൾ മാത്രമാണ്, അത് അവരുടെ പഴങ്കഥകൾ മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല എന്ന പരിഹാസത്തിന്റെ വർത്തമാനമാണ് ആ ദുഷ്ടനായ മകനിൽ നിന്നുണ്ടാവുക. ഉലൈകല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗലു ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ്. ഇങ്ങനെയുള്ള കൂട്ടർ, സത്യം സ്വീകരിക്കാത്ത ആളുകൾ, തങ്ങളുടെ മേൽ ശിക്ഷയുടെ വാക്ക് യഥാർത്ഥമായി തീർന്നിട്ടുള്ളവരാണ്. അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷയുടെ വാക്ക് അവരുടെ മേൽ യഥാർത്ഥമായി തീർന്നിട്ടുള്ളതാണ്. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവരുടെ മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ കൂട്ടത്തിൽ മുമ്പും ഇത്തരത്തിൽ ധിക്കാരികളായ പല ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെയൊക്കെ അല്ലാഹു തആല ശക്തമായ ശിക്ഷക്ക് അടിമകളാക്കിയിട്ടുമുണ്ട്. ഇത്തരം ആളുകളും അവരുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. ഇന്നഹും കാനൂ ഖാസിരീൻ, നിശ്ചയമായും അവർ നഷ്ടക്കാരിൽപ്പെട്ടവരാകുന്നു. അവർ നഷ്ടക്കാർ തന്നെയാണ്. വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു, എല്ലാവർക്കുമുണ്ട് അവർ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള ദറജകൾ, പദവികൾ. വലിയുവഫിയഹും അഅ്മാലഹും വഹും ലാ യുദ്ലമൂൻ. അവരെന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചതിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നിറവേറ്റി കൊടുക്കുവാൻ വേണ്ടിയുമാകുന്നു അത്. വഹും ലാ യുദ്ലമൂൻ, അവർ ഒരിക്കലും ആക്രമിക്കപ്പെടുകയില്ല താനും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പഠിക്കുക, പകർത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.